തകഴി പറഞ്ഞു എന്നാണ് പറയുന്നത്. സാമാന്യമായ നാമബോധമുള്ള അവസാനമൊക്കെ ആയപ്പോൾ നമുക്ക് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ഇദ്ദേഹം മദ്യത്തിന് വഴങ്ങിപ്പോയി എന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ അല്ലാന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അത് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. അത് ആളുടെ കുറ്റമല്ല. മദ്യം രുചിക്കുന്ന ആളുകളിൽ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,00,000 താഴെ 97,000 എന്തോണം എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരാൾക്ക് ഈ മദ്യത്തിന് അടിമപ്പെടുന്ന ഒരു വീക്ക്നെസ് വരാൻ. അതാണ് ഈ മദ്യനിരോധനത്തിന് ആകെ പറയാവുന്ന ഒരു ന്യായവും. ആർക്കും കുടിക്കാനില്ലല്ലോ. ആ നിർഭാഗ്യവശത്താൽ ആ 1 in 100,000 ആയിപ്പോയി പാലേണ്ണ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടമുണ്ടായി എന്നുള്ളത് ശരിയാണ്. ഏറ്റവും അവസാനം എൻ്റെ വീട്ടിൽ വന്നത് മരിക്കുന്നതിനാലും മാസങ്ങൾക്ക് മുൻപായിരുന്നു. ഞാനൊരു ഫിനാൻസ് സെക്രട്ടറിയാണ്. ആരെ വിളിച്ചോണ്ട് വന്നതാണെങ്കിൽ മദ്യമൊക്കെ കഴിക്കുമ്പോൾ പ്രശ്നം അതാണ്. ഞാൻ നടക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വരാന്തയിലെ കസേര ഇട്ടുകൊണ്ട് എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു, അവന്മാരെ തന്നെ അപ്പച്ചനെ വിളിച്ചോണ്ട് വന്നു. എൻ്റെ ഭാര്യയെ, അവർക്ക് വിദ്യാഭ്യാസം MSc ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയിരുന്നു. മലയാള സാഹിത്യവും കെ ബാലകൃഷ്ണൻ പറഞ്ഞോളൂ. ആരാന്ന് പറയാൻ പറ്റില്ല, വന്നവർക്കും അറിയാം കെ ബാലകൃഷ്ണൻ. ഞാൻ നടപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പാലഘട്ടം എൻ്റെ ഡ്രൈവറൊക്കെ ആയിട്ട് തർക്കത്തൊക്കെയാണ്. വിളിക്കാൻ പറഞ്ഞു. ഇവന്മാരെ അടുത്ത് പോയി വിളിക്കൂല, ഇവർക്ക് ധൈര്യമില്ല. കാരണം ഇദ്ദേഹം എല്ലാം കുടിച്ചിട്ടുണ്ട് കാലത്ത്. പിന്നെ ഞാൻ വന്ന് കണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ സംസാരത്തിലൊന്നും മദ്യത്തിൻ്റെ യാതൊരു ലാഞ്ചന ഉണ്ടായാലും എന്താ പറഞ്ഞാൽ നോക്കട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന കാര്യമായിരുന്നൊക്കെ മറന്നുപോയി. പിന്നെ ഞാൻ ബോർഡ് ട്രസ്റ്റ് ചെയർമാനായിട്ട് പോയി. ഞാനിവിടുന്ന് പോയി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 84-ൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ബാലകൃഷ്ണന്റെ ദീർഘദർശിത്വത്തെ കുറിച്ച് വേറെയും ചില കാര്യങ്ങൾ അധികം അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്. കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ആ പേര് കൊടുത്തത് കെ ബാലകൃഷ്ണനാണ്. എത്ര പേർക്കറിയാം? സ്റ്റേറ്റ് ഗസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു എന്റെ പേര്. കേരളത്തിലെ വൻപിച്ച ടൂറിസം വികസന സാധ്യതകൾ മനസ്സിലാക്കി ഈ വകുപ്പിന്റെ പേര് സ്റ്റേറ്റ് ഗസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് മാറ്റണം എന്ന് പറഞ്ഞത് കെ ബാലകൃഷ്ണൻ. പറഞ്ഞത് അന്നത്തെ ടൂറിസം മന്ത്രി ടി.എ. മജീദിനോടാണ്. ടൂറിസം എന്നല്ല പറഞ്ഞത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസ്റ്റ് ട്രാഫിക് എന്നാക്കണമെന്നാണ് പറഞ്ഞത്. കോവളം ഒരു അന്തർദേശീയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്ന് ആദ്യം എഴുതിയത് RSP മന്ത്രിയായിരുന്ന TK ദിവാകരനാണ് എന്ന് എഴുത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഞാനാണ് ഡ്രാഫ്റ്റ് ചെയ്തത് എന്നൊക്കെ ഞാൻ തന്നെ എവിടെയൊക്കെ അവകാശപ്പെട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നൊരു കാര്യമുണ്ട്. അതിനൊക്കെ മുമ്പ് തന്നെ കോവളം ചർച്ചാ വിഷയമായിരുന്നു. അറ്റ്ലായി സ്റ്റീവൻസൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരാൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം കോവളം കണ്ടപ്പോൾ പറഞ്ഞു, ലോകത്തിൽ ഇതുപോലൊരു സ്ഥലമില്ല. അദ്ദേഹം പറഞ്ഞ ആ വിവരം പറഞ്ഞ ഹോമി ഭാഭ ഒരിക്കൽ നെഹ്റുവിനെ തിരുവനന്തപുരത്ത് വരുന്നെങ്കിൽ കോവളം കണ്ടിട്ട് പോകാവുള്ളൂ എന്ന് പറഞ്ഞ് കോവളത്ത് കൊണ്ടുപോയി കാണിച്ചു. നെഹ്റു കോവളത്ത് കടലിലിറങ്ങി കുളിച്ചു. ഇത് വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എഴുത്തൊക്കെ അയച്ചു. നടന്നില്ല എന്ന്. അതുകൊണ്ടാണ് 67-ൽ ഞങ്ങൾക്ക് എഴുതേണ്ടി വന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ കോവളത്തെ കുറിച്ച് കെ ബാലകൃഷ്ണൻ അന്ന് തന്നെ എഴുതി, കോവളം വികസിപ്പിക്കണം. വിദേശത്തെ ടൂറിസ്റ്റുകളെ പറ്റും. ബാലകൃഷ്ണന്റെ ഒരു പുസ്തകമുണ്ട്, 58-ൽ പബ്ലിഷ് ചെയ്തതായത് കോപ്പറേറ്റൊന്നുമില്ല. അതും ഈ സ്മാരക സമിതിക്ക് പുനഃപ്രകാശിപ്പിക്കാവുന്നതാണ്. സഹ്യാദ്രി സാനുക്കളിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് പെരിങ്ങൽകുത്ത്, ഷോളയാർ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികൾ സംബന്ധിച്ച് തമിഴ്നാടുമായുള്ള തർക്കമുണ്ടായപ്പോൾ ആ സ്ഥലങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി EMS-ഉം മജീദും ഉൾപ്പെടെ മന്ത്രിമാര് MLA-മാര് എല്ലാം കൂടെ ഒരു ബസ്സിൽ കയറി ആ പ്രദേശത്തുകൂടെ യാത്ര ചെയ്യുന്നതിന്റെ യാത്രാ വിവരണമാണ് ആ പുസ്തകം. മുഖ്യമന്ത്രി MLA-മാരുടെ കൂടെ അതിനകത്ത് യാത്ര ചെയ്യാൻ ആ ബസ്സിനകത്ത് EMS. അതിൽ കൊണ്ട് വളരെ രസമുള്ള പല കാര്യങ്ങളുണ്ട്. രാമനിലയത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നല്ല പ്രതാപമുള്ള കെട്ടിടമാണ്, പക്ഷെ ഇവിടുത്തെ
ശാപ്പാടും ആ കെട്ടിടത്തിന് പ്രധാനമായിട്ട് ഒട്ടുന്നില്ല. ഏത് മൂന്നാംകട പീടികയിലും കിട്ടുന്ന ശാപ്പാട് സായിപ്പിന്റെ വില കൂടിയ പ്ലേറ്റിൽ വെച്ച് വിളമ്പി തരുന്നു എന്നല്ലാതെ ഒരിക്കലും ഇവിടെ വന്നവർ നേരാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പുസ്തകത്തിനകത്ത്. ഗോൾഗാട്ടി പാലസ് ഇങ്ങനെ ഇട്ടിരുന്നാൽ പോരാ, അത് ഒരു ടൂറിസ്റ്റ് റിസോർട്ടായിട്ട് ഹോട്ടലായിട്ട് വളർത്തിയെടുക്കണം. കെ ബാലകൃഷ്ണൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഗോൾഗാട്ടി പാലസും ആലുവ പാലസും EMSനെ ആദ്യം കൊണ്ടുപോയി അതിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കിയത് കെ ബാലകൃഷ്ണൻ. ഇങ്ങനെ ടൂറിസത്തിന്റെ മേഖല തമിഴ്നാടുമായിട്ടുള്ള ജലതർക്കത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ പ്രായോഗികമല്ല നമുക്കറിയാം, പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരു ഭാഗത്ത് ജനസാന്ദ്രതയുള്ള ആളുകൾ, പക്ഷെ ഇവിടെ അണക്കെട്ടുകളില്ല, ഇവിടെ നമുക്ക് അണക്കെട്ട് കെട്ടി കൊണ്ടുവരാനൊക്കെ പ്രശ്നം. മറുഭാഗത്ത് ഉള്ള ദാരിദ്ര്യം കാണുമ്പോൾ നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുന്നത് ക്രൂരമാണെന്ന് തോന്നുന്നു. അങ്ങനെ നാരായണന്റെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശപ്പെടുന്നത് മലയാളികളെ തമിഴ്നാട്ടിൽ കുടിയേറ്റി കൃഷി ചെയ്യിപ്പിക്കണം. നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കൊടുക്കണം, നമ്മുടെ ആളുകൾ ആ താല്പര്യമുള്ളവരൊക്കെ കൃഷി ചെയ്ത് ഇന്നത്തെ രീതിയിൽ അപ്രായോഗികമാണെന്ന് നമുക്കറിയാം. എങ്കിലും ഇങ്ങനെ വളരെ നൂതനങ്ങളായ ഒരുപാട് ആശയങ്ങൾ ആ തലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ആ പുസ്തകം ഞാൻ വായിച്ചത് ഇടുക്കിയിൽ നിന്ന് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ കൂടെ ഇടുക്കിയിൽ ഞാൻ പോയ കാലത്തുണ്ടായിരുന്ന ഓർമ്മകൾ വെച്ച് അത് പല കാര്യങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അതിലേക്ക് റോഡ് വെട്ടിയതിന് ശേഷമാണ്. അവിടെ ആദ്യം പോയി സർവേ ചെയ്ത കുറെ എഞ്ചിനീയർമാരുണ്ട്, ആ കാട്ടിൽ പോയി താമസിച്ച കുറെ എഞ്ചിനീയർമാരുണ്ട്. ഞാൻ അതിലൊക്കെ പോകുമ്പോൾ ആലോചിക്കാറുണ്ട്, അവരെയാണ് വാസ്തവത്തിൽ തൊഴേണ്ടത്. അവരാണ് ഈ പ്രോജക്റ്റുകൾക്ക് വേണ്ടി കട്ടുകയാൻ ചോദിച്ചത്. വൈദ്യനാഥയ്യർ എന്ന ചീഫ് എഞ്ചിനീയർ ഇദ്ദേഹത്തിന്റെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ കൗതുകമായിട്ട് പറയുന്നുണ്ട്, EMS ഉള്ളപ്പോൾ എങ്ങനെയാണ് താറാവും കോഴിയും വിളമ്പുന്നത് എന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ വെയിറ്റർക്ക് പ്രയാസമായിരുന്നു. മുഖ്യമന്ത്രി ബ്രാഹ്മണനല്ലേ എന്ന്. അവസാനം അദ്ദേഹത്തിന് അടുത്ത് വിളമ്പിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും അത് കിട്ടിയില്ലെന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹം ഈ ഒരു തികഞ്ഞ മാംസബുക്കായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകവും ഇതുപോലെ തന്നെ ബാലകൃഷ്ണന്റെ സ്മരണയ്ക്ക് വേണ്ടി ഈ സ്മാരക സമിതി പുനഃപ്രകാശനം, ഇപ്പൊ കോപ്പിറൈറ്റിന്റെ പ്രശ്നമൊന്നുമില്ല. വിജയരാഘവനാണ് ആ പുസ്തകത്തിന് പേര് കൊടുത്തത് എന്ന് ബാലകൃഷ്ണൻ തന്നെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സഖ്യാദ്രി സാഹിത്യം അത് ഇന്നത്തെ ശൈലിയൊന്നുമല്ല, അന്നത്തെ 50-60 വർഷം മുമ്പുള്ള മലയാള ശൈലിയാണ്. പക്ഷെ അതിന് ചരിത്രപരമായ മൂല്യമുണ്ട്. ഉദാഹരണത്തിന് കോവളം, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിവർ വാട്ടർ ഇഷ്യൂ, ഇപ്പോൾ ചർച്ച ചെയ്യുന്ന റിവർ ലിങ്കിങ്ങിനെ കുറിച്ച് വരെ അതിനകത്ത് പരാമർശമുണ്ട്. CP രാമസ്വാമി എന്നൊരു ഭ്രാന്തനാശയം ഉണ്ടായിരുന്നു. കേരളത്തിൽ വരുന്ന മഴ എല്ലാം കൂടെ വലിയ കുളം ഉണ്ടാക്കി, അല്ലെങ്കിൽ കുറെ കുളം ഉണ്ടാക്കി സംഭരിച്ചു വയ്ക്കുക, ആവശ്യം പോലെ ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്തേക്ക് തുറന്നു വിടുക. ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഒരു തോടുണ്ടാക്കിയിട്ട് എല്ലാ നദികളെയും ആ തോടുമാറ്റി, ഇപ്പോഴത്തെ റിവർ ലിങ്കിങ്ങാണ് ഈ പറയുന്നത്. നമുക്ക് ദോഷമായി തീരുന്നുള്ള വേറെ കാര്യം, അന്നൊരു പുതിയ ആശയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഏത് മേഖലയെക്കുറിച്ച് സംസാരിച്ചാലും അവിടെ ഒരു സജീവ സാന്നിധ്യമായി തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഓർമ്മയാണ് നാം ഇന്ന് കൊണ്ടാടുന്നത് എന്നുള്ളത് മാത്രമാണ്. കെ ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ പല തലമുറകളിൽ ഒരിക്കൽ മാത്രം ജന്മമെടുക്കുന്ന തരം സവിശേഷ വ്യക്തിത്വങ്ങളാണ്. അതിൻ്റെ നന്മകൾ ഓർത്തുവയ്ക്കാനും അതിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാനും ഭാവി തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി അച്ചടിച്ച് സൂക്ഷിക്കാനുമുള്ള ചുമതല അദ്ദേഹത്തിൻ്റെ സ്മരണയെ ബഹുമാനിക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും ശ്രീ ബാലകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടെ നമസ്കരിക്കുകയും ചെയ്യുന്നു. നമസ്കാരം.